എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് ചെമ്മൻകുഴി ശ്രീ സന്താന ഗോപാലമൂർത്തി മഹാദേവ ക്ഷേത്രത്തിൽ എത്താൻ സാധിച്ചത്. ആദ്യം തന്നെ ക്ഷമയോടുകൂടി വേണം തുടങ്ങാൻ. ഇന്നേ ദിവസമല്ല ഈ പ്രഭാഷണം ഇവിടെ നിശ്ചയിച്ചിരുന്നത്. എൻ്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രഭാഷണം ജോലിയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഗുരുവായൂരത്തിന് ഇടയ്ക്ക് ഇങ്ങനെ ഓരോന്നൊന്ന് എടുത്തൊന്ന് എന്താ വെച്ചാൽ എൻ്റെ ഒരു കൃപ കൊണ്ടാണ് ഇതൊക്കെ ഒരുമിച്ച് പോകണമെന്നുള്ള ബോധ്യം ഉണ്ടായിക്കോട്ടെ എപ്പോഴും അറിയിക്കാൻ വേണ്ടി ഇടയ്ക്കൊന്ന് എടുത്തടിക്കും. അതുകൊണ്ട് ഈ ഡേറ്റ് ഒന്ന് മാറ്റേണ്ടി വന്നു. അതിലാർക്കെങ്കിലും സംഘാടകർക്കോ ഇവിടെ വന്നിട്ടുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ തീയതി മാറ്റം കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമ ചോദിക്കുന്നു. അതിനേക്കാൾ എനിക്ക് സന്തോഷം അങ്ങനെ തീയതി മാറ്റിയിട്ടും നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഈ പ്രഭാഷണത്തിന് എത്തിയതിൽ നിങ്ങളെ ഓരോരുത്തരെയും പാദങ്ങളിൽ നമസ്കരിച്ച് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഇത്ര ആളുകൾ ഇവിടെ എത്തിയതിൽ താങ്ക് യു സോ മച്ച്. ഇനി കുറച്ചുകൂടെ നല്ലൊരു കൈയടി ഇതിനു മുമ്പ് ആ നൃത്തം ചെയ്ത കുട്ടികൾക്കും കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും തോന്നുന്നു. കാരണം അവർ ഗംഭീരമായിട്ട് പ്രഭാഷകർക്ക് മുമ്പ് അങ്ങനെ രണ്ടെണ്ണമൊക്കെ നല്ലതാ. ആരെങ്കിലും ഉറങ്ങിയിരുന്നെങ്കിൽ അവരൊക്കെ എണീറ്റ് ഫുൾ എനർജി ആയിട്ടിരിക്കുന്ന സമയമാണ്. ആ കുട്ടികളുടെ നൃത്തം അതിന് നന്നായിട്ട് ഉപകരിച്ചു. അവരോട് ഞാൻ നന്ദി പറയുന്നു. അത്ര നല്ലൊരു കലാരൂപം ഇവിടെ അവതരിപ്പിച്ച് അതിന് മുമ്പുള്ള ആൾക്കാരെ ഞാൻ കാണാൻ സാധിച്ചില്ല. എപ്പോഴേലും അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. എന്തായാലും അവരൊക്കെ നന്നായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഭഗവാനെ ഉപാസിക്കുക, ഭഗവാനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. തിരുവാതിരക്കാളിനേക്കാൾ മുകളിലാണോ താഴെയാണോ എന്നുള്ള ഗവേഷണമൊക്കെ പിന്നെയാണ്. ഇന്നിപ്പോ അതിന്റെ സമയമാണ്. തിരുവാതിര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുന്നതൊക്കെ എങ്ങനെയാണോ നമുക്ക് ഭഗവാൻ ഒരു കഴിവ് തന്നിട്ടുള്ളത്, ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഏത് മാർഗവും നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ഈരനാട്യാണെങ്കിലും തിരുവാതിരയാണെങ്കിലും ഭരതനാട്യാണെങ്കിലും കഥക്കാണെങ്കിലും കുച്ചിപ്പുടിയാണെങ്കിലും എന്തുകൊണ്ടും ആത്യന്തികമായിട്ട് ആ കഴിവ് കൊണ്ട് ഭഗവാനെ സേവിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബഹുമാനിക്കുക. ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്ന് കാണാതിരിക്കുക. ഇന്ന് രാവിലെ ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രഭാഷണം ഇവിടെ ആരോ വന്നിട്ടുണ്ടായിരുന്നു. കൈബുക്ക് വന്ന ആള് രാവിലെ ശ്രീകൃഷ്ണ അവിടുന്ന് മതിയായില്ല അല്ലേ? അവിടത്തെ കഴിഞ്ഞതിന്റെ ബാക്കി ഇവിടെ പറയാൻ അവിടുന്ന് പറഞ്ഞോണ്ടായിരിക്കും ചിലപ്പോൾ ചേച്ചി ഇങ്ങനെ വന്നിട്ടുണ്ടാവുക അല്ലേ? രാവിലെ അവിടെ ഒരു പ്രഭാഷണം എന്തിന് ഭാഗവതം കേൾക്കണം എന്നുള്ളതായിരുന്നു വിഷയം. ഇവിടെ ഭാഗവത ധർമ്മം ഈ ഒരു പുതിയ സമൂഹത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ പറഞ്ഞതിന്റെ ബാക്കിയല്ല, എല്ലാം ഉണ്ടാവും, മിക്സ് ആവുന്നുണ്ട്. ചേച്ചി നിരാശപ്പെടേണ്ടി വരും ചിലപ്പോൾ. ഇവിടെ ആചാര്യനായിട്ട് വർത്തിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ആത്രശ്രീമന മുരളീധരൻ നമ്പൂതിരി, അദ്ദേഹത്തെ കാണാനായി അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പോകുന്ന അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് എന്റെ നമസ്കാരം. വേദിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യം നമസ്കരിക്കുക എന്നുള്ളതാണ്. ഇവിടെ എത്തിയിട്ടുള്ള സജ്ജനങ്ങളായിട്ടുള്ള നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിക്കുന്നു. ഗുരുവായൂരപ്പന് പ്രത്യേകമായിട്ടുള്ള നമസ്കാരം. ഞാൻ എങ്ങനെ ഈ ഒരു ലേറ്റ് ആയതിനെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ചേഞ്ച് മാറ്റിയതിനെ ഞാൻ എങ്ങനെ ന്യായീകരിക്കും എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ഇവിടെ ഏതൊരു ചേച്ചിതാ എനിക്ക് പറഞ്ഞത്, ഭഗവാന് പ്രഭാഷണം കേൾക്കാൻ ധൃതി ആയതുകൊണ്ട് നേരത്തെ വിളിച്ചാണ്. അങ്ങനെ ആവാലോ. എന്ത് തന്നെയായാലും ആ ഭഗവാനെ അത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിച്ചുകൊണ്ട് അല്പസമയം ഒരു 9 മണി വരെയൊക്കെ ആവാലോ അല്ലേ? ഞാൻ ചോദിച്ചു രാത്രി ഭക്ഷണം അതുകൊണ്ടോ ഉണ്ട്. എത്ര മണിക്കാണ് നിർത്തത്? 8:30-ക്കാണ്. 9 മണി വരെ ഞാൻ പോയാൽ കുഴപ്പമുണ്ടോ? അത് വേണോ? എന്ത് തന്നെയായാലും ഭാഗവതത്തെ ദീർഘനാളുകളായി ഉപാസിക്കുന്ന ഭാഗവതോത്തമന്മാരായിട്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും നമസ്കരിക്കുന്നത്. ഈ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകം ഇത്രയും ആളുകളൊക്കെ പ്രഭാഷണത്തിന് മാത്രമല്ല ഭാഗവതത്തിന് ഇവിടെ ഉണ്ടാവണേ എന്നാണ് ആദ്യത്തെ പ്രാർത്ഥന. ഭാഗവതം കേൾക്കാനാണ് കൂടുതൽ ആളുകൾ വേണ്ടത്. എന്റെ പ്രഭാഷണമൊന്നും ഭാഗവതത്തിന്റെ ഇടയിലെത്തില്ല. ഭാഗവതം എന്ത് എന്നുള്ള വിഷയം, ഭാഗവതം ഒരു പുസ്തകമാണോ? ഇവിടെ കൊണ്ടുവരുമ്പോ പുസ്തകമാണ്. എന്നാൽ ഭാഗവതം കേവലം പുസ്തകം മാത്രമല്ല.
എന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ആചാര്യൻ ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്കാലത്ത്. എന്റെ നാട് ഇവിടെ അടുത്ത് തന്നെയാണ്, മണ്ണാർക്കാട് ചെറുപ്പശ്ശേരി എഴുതുന്നതിൽ എനിക്ക് ഒട്ടും അപരിചിതത്വമുള്ള സ്ഥലമല്ല, ഇവിടെ വളരെ പരിചയമുള്ള സ്ഥലം അതല്ല. എന്റെ വളരെ അടുത്ത ചിലരൊക്കെ ഇവിടെ ഉണ്ട്. അറയിലൊരു പ്രഭാഷണം കഴിഞ്ഞ വർഷം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നത് ഭാഗവതത്തെ എന്താണ് ഭാഗവതത്തിന്റെ രൂപം എന്ന് പണ്ട് മനസ്സിലാക്കി തന്നൊരു ആചാര്യനുണ്ട്. മണ്ണാർക്കാട് പറങ്ങോടത്ത് അയ്യപ്പൻ കോവിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലം ഉണ്ടായിരുന്നു പലപ്പോഴും ഉണ്ട്. പക്ഷെ അതിന്റെ സ്ഥിതി ഇത്തിരി മോശമാണ് ഇപ്പോ. അപ്പൊ അവിടെ എല്ലാ വർഷവും ഭാഗവത സപ്താഹം നടക്കുമായിരുന്നു. തുടർച്ചയായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15-16 വർഷം ഒറ്റ ആചാര്യ മാറ്റല്ല. അദ്ദേഹത്തിന്റെ പേര് സതീശൻ തിരുനക്കര എന്നായിരുന്നു. കോട്ടയത്തുള്ള ഒരു ആചാര്യനാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വായനയും പ്രഭാഷണവും പൂജയും ഒക്കെ മൂപ്പരാ. 3 നാള് വരിക ആ ഏർപ്പാടില്ല. അദ്ദേഹം തന്നെ വായിക്കും, അദ്ദേഹം തന്നെ പ്രഭാഷണം ചെയ്യും, അദ്ദേഹം തന്നെ അവിടെ പോയിട്ട് പൂജിക്കും. ഇങ്ങനെ 3-in-1 അദ്ദേഹത്തെ ഞാൻ രാവിലെ ശിക്ഷ പറഞ്ഞു. ഭാഗവതം പുസ്തകം കൊണ്ട് അദ്ദേഹം ബസ്സിൽ വന്ന് ഇറങ്ങി ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോണ സമയത്ത്, കമ്മിറ്റിക്കാരൊക്കെ പോണ സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ പുസ്തകം ഭാഗവതം ഉണ്ടാവും. ഭാഗവതം പുസ്തകം അദ്ദേഹം ഒരു മഞ്ഞ പട്ടിലിങ്ങനെ പൊതിഞ്ഞിട്ട് ഈ നെഞ്ചിന്റെ അടുത്ത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും പുസ്തകം. യജ്ഞവേദിയിലേക്ക് വരുമ്പോഴും ഇങ്ങനെ തന്നെ വരിക. പുസ്തകം വെക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് താഴെ വയ്ക്കും. പ്രഭാഷണം കഴിഞ്ഞ് അന്നേ ദിവസം വൈകുന്നേരം എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചെടുത്ത് ആ പട്ടിൽ തന്നെ പൊതിഞ്ഞ് വീണ്ടും പിടിക്കും, കൊണ്ടുപോകും. 1-2 വർഷം ഞങ്ങൾ ചോദിച്ചില്ല, കാരണം സ്വാമിയുടെ അത്ര പരിചയമൊന്നും ആയിട്ടില്ലല്ലോ. കുറച്ചൊക്കെ എത്തി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയാനുള്ള ഒരു ബന്ധമൊക്കെ ആയ സമയത്ത് 5-6 വയസ്സുള്ള ഞങ്ങൾ കുട്ടികളാണ്. അദ്ദേഹം വിശ്രമിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പോയി ഇങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് കളിക്കും. അദ്ദേഹം അവിടെ നേരിച്ച് പല പഴമോ ഉണ്ണിയപ്പോ ഇതൊക്കെ തരും ചെയ്യും. അതിനാണ് പോണത്. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ സ്വാമിയോട് ചോദിച്ചു, എന്തിനാണ് ഈ പുസ്തകം ഇങ്ങനെ കഷ്ടപ്പെട്ട് കൊണ്ടു നടക്കുന്നത്? ഇങ്ങനെ പൊതിഞ്ഞ് അതിനെങ്ങനെ പിടിക്കുള്ളൂ, ഇങ്ങനെ വെക്കുള്ളൂ, ഇങ്ങനെ എടുക്കുള്ളൂ. ഇത് ബോംബാണോ? താഴെ പൊട്ടു? ഇങ്ങനെ ഉണ്ട് ഒരു പുസ്തകം. ഞങ്ങളുടെയൊക്കെ പുസ്തകം ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് വന്നതാ. ഈ പുസ്തകത്തിന് മാത്രം ഇത്ര സവിശേഷത എന്താ? ഇത് താഴെ വെക്കാൻ പാടില്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ച സമയത്ത് അത്ര നേരം തമാശയുടെയൊക്കെ ഭാവത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ മുഖമൊക്കെ കണ്ട് മാറി വാത്സല്യത്തോടു കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് കേവലം പ്രിന്റ് ചെയ്ത ഒരു പുസ്തകം മാത്രമല്ല, ഇത് നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഗുരുവായൂരപ്പനാണ് പറഞ്ഞു തന്നു. ഇതാണോ ഗുരുവായൂരപ്പൻ? അപ്പൊ എങ്ങനെ നിൽക്കണതോ? അല്ലെങ്കിൽ ഉണ്ണിയേട്ടനായിട്ട് വരണ ഗുരുവായൂരപ്പൻ, അങ്ങനെയുള്ള ഗുരുവായൂരപ്പനൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ളൂ. അല്ലാതെ പുസ്തകത്തിന്റെ രൂപത്തിൽ ഗുരുവായൂരപ്പനാണ്. വെറുതെ പറ്റിക്കുക കുട്ടികളെ. കാലം കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം അന്ന് പറഞ്ഞതിനെ ഒരു ശ്ലോകമാക്കിയിട്ട് പണ്ഡിതന്മാര് പറഞ്ഞു തന്നത്. ഏത്? ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് വെച്ചാൽ ഇത് കേവലം ഒരു പുസ്തകം മാത്രമല്ല, ഇത് പ്രത്യക്ഷ കൃഷ്ണനാണ് ഈ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. അങ്ങനെയുള്ള പ്രത്യക്ഷ കൃഷ്ണനായിരിക്കുന്ന ഭാഗവതത്തെ സേവിക്കാൻ എല്ലാവർക്കും ഒന്നും ഭാഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവിടെ ഇഴന്തര ചെറുപ്പശ്ശേരി ഭാഗത്ത് ഇത്ര ആൾക്കാരെന്നല്ലേ ഉള്ളൂ, അല്ലെ? കുറച്ചാൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. ചില ആൾക്കാർ അറിഞ്ഞിട്ടും വരണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ കേൾക്കാൻ വരുന്ന ആൾക്കാർക്കൊരു തോന്നലുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് അടുത്തൊരു ശ്ലോകം, ജന്മാന്തരേ ഭവേത് പുണ്യം ശ്രീമദ് ഭാഗവതം ലഭേത് എന്ന് വെച്ചാൽ കേൾക്കാൻ വരണം എന്നുള്ള തോന്നൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ജന്മാന്തരങ്ങളുടെ പുണ്യം ഉണ്ടാക്കിയാലേ സാധിക്കുള്ളൂ. ഈ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അതുണ്ട് സ്വയം ബോധ്യപ്പെടുത്തുക. ഏതൊക്കെയോ കാലത്ത് അറിയാണ്ട് മനസ്സിൽ എപ്പോഴൊക്കെയോ നാരായണ എന്നുള്ള നാമം ജപിച്ചതിന്റെ ഫലമാണ് ഇവിടെ ഈ ഭാഗവതം കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഭാഗവതം കേട്ടതുകൊണ്ട് എന്താണ് ഗുണം? ഇപ്പൊ ഈ പ്രത്യക്ഷ കൃഷ്ണനാണ്
ഭാഗ്യം ഉണ്ടെങ്കിൽ കേൾക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ഭാഗവതം കേട്ടാൽ എന്താണ് ഗുണം? ഇപ്പൊ നിങ്ങളൊരു കുട്ടിയെ ഭാഗവത സപ്താഹത്തിന് വിളിക്കുകയാണ്. ഇവിടെ എന്നെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വരൂ കഥയൊക്കെ കേൾക്കാം. കുട്ടികൾ, ഇന്നത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് മാത്രമല്ല, കുട്ടികളും സ്മാർട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിങ്ങളുടെ ഫോണിനുള്ളൂ, കുട്ടികൾക്ക് ഒറിജിനൽ ഇന്റലിജൻസ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ ചോദ്യങ്ങളും ഇന്ന് ഈ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. രാവിലെ ഒരു ചോദ്യം നിങ്ങൾ ശ്രീകൃഷ്ണത്ത് പറഞ്ഞു, സിമ്പിളാ, നാളെ നിങ്ങൾ കേൾക്കും. പ്രഹ്ലാദന്റെ കഥ. പ്രഹ്ലാദനോട് അച്ഛൻ ചോദിക്കുന്നു, നിന്റെ വിഷ്ണു എവിടെയുള്ള? നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എവിടെയൊക്കെ ഉണ്ട്? എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? തൂണിലും തുരുമ്പിലും ഭഗവാനുണ്ട്. പാലക്കാട് ഒരു കുട്ടി സപ്താഹം കേൾക്കാൻ പോയി 3 ദിവസവും. 4ാമത്തെ ദിവസം വിളിച്ചിട്ട് അമ്പലത്തിലേക്ക് വരുന്നില്ല. കുട്ടിയോട് ചോദിച്ചു, ആചാര്യൻ ഇത്രയും ദിവസം നീ കേമായിട്ട് മുമ്പിൽ തന്നെ വന്നിരിക്കണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ അമ്പലത്തിക്കൊന്നും കാണുന്നില്ല? അത് ശരി, നിങ്ങളല്ലേ പറഞ്ഞു തൂണിലും തുരുമ്പിൽ ഈശ്വരൻ, ഞാൻ വരണോ? ചോദ്യം ന്യായല്ലേ? ആണല്ലോ, ന്യായമായ ചോദ്യ. തൂണിലും തുരുമ്പിലും ഈശ്വരൻ ഉണ്ടെന്ന് നിങ്ങളാണ് പറഞ്ഞത്, പിന്നെ ഞാനെന്തിനും അമ്പലത്തിൽ പറഞ്ഞ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ? ആ ചോദ്യം കേൾക്കുമ്പോ ആ കുട്ടിയോട് ഗുരുത്തം കെട്ടാനെന്ന് വിളിക്കരുത്. അവൻ ചോദിച്ചത് ന്യായമായ ചോദ്യം. അതിനുത്തരം പറയാനുള്ള ആധ്യാത്മികമായിട്ടുള്ള വിദ്യാഭ്യാസം നമുക്കില്ലാത്തതിന്റെ അപകർഷാബോധത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ വാക്ക് വരുന്നതായത്. ആ വാക്കുണ്ടല്ലോ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഈ തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ക്ഷേത്രത്തിലും ഉണ്ട് എന്ന് പഠിപ്പിക്കാനുള്ള ആധ്യാത്മികമായുള്ള വിദ്യാഭ്യാസം നമ്മൾ നേടുക എന്നുള്ളത് നിവൃത്തിയുള്ളൂ. കുട്ടികളെ ചീത്ത പറയാതിരിക്കുക. ആത്യന്തികമായി എന്നോട് ചോദിച്ചാൽ ഭാഗവതം എന്തിന് ചോദിച്ചു കഴിഞ്ഞാൽ, ആത്യന്തികമായിട്ടുള്ള അറിവ് ഉണ്ടാക്കി തരുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. അറിവാണ് പ്രാധാന്യം. എന്തിനുള്ള അറിവ്? ഞാനൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യം നിങ്ങളോട് പറയണേ. ഇപ്പൊ നിങ്ങൾ ഭാഗവതത്തിന് കേൾക്കാൻ വരുന്നു, കുട്ടീനെ വിളിക്കണു, നാമം ചൊല്ലാൻ കുട്ടികളെ വിളിക്കുന്നു. ഇപ്പൊ ഇവിടെ രാവിലെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും സഹസ്രനാമം ഉണ്ടല്ലോ അല്ലേ? ഉണ്ടോ? എല്ലാ യജ്ഞത്തിലും ഉണ്ടാവാറുണ്ട്. ഒരു കുട്ടി നമ്മളോട് ചോദിക്കുകയാണ്, ഈ സഹസ്രനാമം കേട്ടാൽ അല്ലെങ്കിൽ ചൊല്ലിയാൽ, ഭാഗവതം കേട്ടാൽ എനിക്ക് എന്താണ് അച്ഛ അമ്മ ഗുണം? എന്തിനു റിട്ടേൺ വേണമെന്ന് നമുക്ക് നിർബന്ധമാണ്. നിങ്ങൾ രുക്മിണീശ്വരന്റെ കഥ കേൾക്കുന്ന കല്യാണം ഗംഭീരമായിട്ട് നടക്കും. കുചേലവൃത്തൻ കഥ കേൾക്കുന്നത് ദാരിദ്ര്യം മാറും. രാജസൂയം കേൾക്കുന്നത് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവും. കണ്ടല്ലോ ഓരോന്നിന്റെയും കൂടെ റിട്ടേൺ നിർബന്ധം. അപ്പൊ ആ കുട്ടിയെ ചോദിക്കണം, ഇത് കേട്ട് കഴിഞ്ഞാൽ, അത് ചൊല്ലിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? നമ്മളെന്താ പറയുക? അങ്ങനെ കുട്ടി ചോദിച്ചാൽ എന്താ പറയുക? മോക്ഷം കിട്ടും പോലെ. ആരോട്? 6 വയസ്സുള്ള കുട്ടിയോടാ പറയണതേ മോക്ഷം കിട്ടിട്ടോ. അപ്പൊ അവൻ പറയും, അമ്മയ്ക്ക് 50 വയസ്സായി, എനിക്ക് 6 വയസ്സായിട്ടുള്ളൂ, എനിക്ക് മോക്ഷത്തെ കുറിച്ച് ചിന്തിക്കേണ്ട പ്രായം ആയിട്ടില്ല, അമ്മ പോയാൽ മതി. നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റ് ആണ് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ പോയി, അത് പോയിന്ന. സമാധി എന്ന് പറഞ്ഞാലും കഴിഞ്ഞു. മോക്ഷം എന്താണ്, സമാധി എന്താണ് എന്നുള്ളതൊക്കെ ഈ മരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന എന്തോ ഒരു സാധനമാണ് പൊതുവിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതാ ശബരിമല സീസണാണ്. ഇപ്പൊ പോയാ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ട പോയ ആളൊക്കെ തിരിച്ചു വരുന്നുണ്ടല്ലോ. എന്നിട്ട് എവിടെ പോയി? മോക്ഷം. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണം പോവാന്നാണോ? അല്ല. പരമമായിട്ടുള്ള ആനന്ദാവസ്ഥയെ വിശേഷിപ്പിക്കുന്ന പേരുകളിൽ ഒന്നാണ് മോക്ഷം അല്ലെങ്കിൽ സമാധി. നമ്മളൊക്കെ എപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കണം? ഈ ജീവിതം സുഖം ഉണ്ടാവുക എന്നുള്ളതാണ്. സുഖമായിരിക്കണം. നല്ല ഊണ് കഴിക്കണം എന്തിനാ? സുഖാവാൻ. നല്ല രീതിയിൽ ട്രിപ്പ് പോയി വരണം എന്താ? ഒന്ന് സുഖമായി ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോ. നന്നായിട്ട് ഉറങ്ങണം എന്തിനാ? സുഖമായിട്ട് ഉറങ്ങി. എല്ലാത്തിന്റെയും അവസാനം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സുഖമായിരിക്കണം. ആ സുഖത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയാണ് എന്ത് വിളിച്ചത്? മോക്ഷം അല്ലെങ്കിൽ സമാധി അവസ്ഥ എന്നൊക്കെ വിളിക്കുന്നത്. നിങ്ങൾ ദശമസ്കന്ധം വായിക്കുന്ന സമയത്ത് കേൾക്കും, ഭഗവാൻ ഈ മുരളി എടുത്ത് ചുണ്ടോട് ചേർത്ത് ഈ കാലിങ്ങട് പിടച്ചു വെച്ച് മുരളി വായിക്കുന്ന സമയത്ത് ഗോവർദ്ധനത്തിന് താഴെ
നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ഗോപികമാര് മുഴുവൻ സമാധിയായി എന്ന് പറയും ആചാര്യൻ. അതിന്റെ അർത്ഥം ഗോപികമാരുടെ മൊത്തം കഴിഞ്ഞു അല്ല. ഗോപികമാര് മൊത്തം പരമമായിട്ടുള്ള ആനന്ദാവസ്ഥയെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഈ മോക്ഷം സമാധി ഒന്നും മരിച്ചിട്ട് കിട്ടുന്ന ഏർപ്പാടല്ല. നിങ്ങളും നമ്മളും ഒരുമിച്ച് വിശ്വസിക്കുന്ന സനാതന ധർമ്മത്തിൽ ഒന്നും മരിച്ചതിന് ശേഷം കിട്ടുന്ന ഏർപ്പാടുകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ശ്രീമദ് ഭാഗവതം. അല്ലാതെ പുണ്യം കിട്ടാനും മരിച്ചതിന് ശേഷം മുന്തിരിത്തോപ്പിൽ പോയി പണിയെടുക്കാനും അതിനുള്ള ഒന്നല്ല. ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷമായി, സുഖമായി, ക്രിയേറ്റീവായി, സക്സസീവായി എങ്ങനെ ജീവിക്കാം, വിജയകരമായി എങ്ങനെ ജീവിക്കാം എന്നുള്ളതിന്റെ ഹാൻഡ് ബുക്കാണ് ശ്രീമദ് ഭാഗവതം. അങ്ങനെ പഠിക്കുക. ഭാഗവതം വായിച്ച പുണ്യം കിട്ടും, വ്യാസം കിട്ടിക്കോട്ടെ, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഈ പറയുന്ന ജീവിതത്തിൽ ജീവിക്കാൻ ആവശ്യമായ അറിവ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. അതിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്തിനാ ഭാഗവതം ചോദിച്ചു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അറിവുണ്ടാവാനാണ്. എന്തിനുള്ള അറിവ്? നന്നായി ജീവിക്കാനുള്ള അറിവ്. അതെവിടുന്ന് കിട്ടുന്നു? ഭാഗവതം കിട്ടുന്നു. ഈ അറിവ് എങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ നമ്മൾ ടി വിയിൽ കാണുന്ന പോലെ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കൈ ഇങ്ങനെ ആക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് രശ്മി വരുന്നു, നമ്മുടെ തലയിൽ അടിക്കുന്നു, നമുക്ക് ബുദ്ധി കിട്ടുന്നു? അങ്ങനെയല്ല. 3 പടികളിലായിട്ടാണ് ഭാഗവതത്തിന്റെ ആ റിട്ടേൺ, നമുക്ക് തിരിച്ചു കിട്ടുന്ന ഫലങ്ങളെ കുറിച്ച് പറയുക. ഭാഗവതം എന്തിനാണ് ആത്യന്തികമായിട്ടെന്നുള്ളത്. ഭാഗവതം കൊണ്ട് ആദ്യം ഉണ്ടാവേണ്ടത് ഭക്തിയാണ്. ആ ഭക്തിയുടെ അടുത്ത ചുവടാണ് ജ്ഞാനം. അതിന്റെ അടുത്ത ചുവടാണ് വൈരാഗ്യം. ഭക്തി, ജ്ഞാന, വൈരാഗ്യങ്ങളുടെ പുഷ്ടിക്കാണ് ശ്രീമദ് ഭാഗവതം എന്ന് വിളിക്കപ്പെടുന്ന ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ നമ്മുടെ കണക്കിൽ ആരാ? ഭക്തരാണ്. ഞാനൊക്കെ ഇതിന്റെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളെ. നമ്മളൊക്കെ എന്തോ വലിയ ഭക്തരാണെന്ന് ആളുകളുടെയൊക്കെ വിചാരം. സ്വാമി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. ഗുരുവായൂരപ്പനെ കുറച്ചൊക്കെ കൂടുതലായിട്ട് ഗുരുവായൂരപ്പനെ കുറിച്ച് സംസാരിച്ചപ്പോ ടൈറ്റിലൊക്കെ ഞാൻ ഒരു ഭാഗത്ത് പോയ സമയത്ത് അവിടെ ഫ്ലക്സ് വെച്ചിരുന്നത് ഗുരുവായൂരപ്പന്റെ വ്യാസന് സ്വാഗതം. ഞാൻ ഈ ആനകൾക്കൊക്കെ അങ്ങനെ ഫ്ലക്സ് വെക്കുന്നത് കണ്ടിട്ടുള്ളൂ. ഈ ഗുരുവായൂരപ്പന്റെ ഗോപി കണ്ണൻ, ഇന്ദ്രസൻ അങ്ങനെ വയ്ക്കാറുണ്ട്. എപ്പോഴായി ഭഗവാന്റെ ഭക്തൻ എന്ന ടൈറ്റിൽ നമുക്ക് ഓരോരുത്തർക്കും അണിയാൻ സാധിക്കുക? കൃത്യമായി ഭാഗവതത്തെ മനസ്സിലാക്കുമ്പോഴാണ്. ഭാഗവത ധർമ്മത്തെ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കുന്നവരെ മാത്രമേ ഭഗവാന്റെ ഭക്തർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നമ്മളൊക്കെ ഭഗവാന്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളിൽ ഭക്തരായിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇവരൊക്കെ അങ്ങനെ ആരാധകനാ. ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെണ്ണയോ പാൽപ്പായസോ മുന്നിലേക്ക് നീട്ടി വെച്ച് കൊടുത്തിട്ട് നാളെ ജോലി കിട്ടണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നവർ ആത്യന്തികമായിട്ട് ഏത് കാറ്റഗറിപ്പെടുന്നവരാ? ഭക്തരാണോ ആരാധകരാണോ? അവർക്ക് പറയും ആരാധകരാ. എന്നാൽ എന്റെ കുട്ടിക്ക് ഇന്നത്തെ എന്റെ വകയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞ് നീട്ടി വെച്ചു കൊടുത്ത് കഴിച്ചില്ലെങ്കിൽ അമ്മ തെറ്റും എന്ന് പറയണ, ഇനി കഴിച്ചില്ലെങ്കിൽ അമ്മ പിണങ്ങും, ഇനി കണ്ണനോട് മിണ്ടില്ല എന്ന് പറയുന്ന നിരവധിയായിട്ടുള്ള സജ്ജനങ്ങളുണ്ട്. അവരൊക്കെ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാ? ഭക്തരാ. നമ്മൾ സ്വയം ചിന്തിക്കുക, ഇതിൽ ഏത് ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്? കാരണം എന്താ? നമ്മളൊക്കെ ഈ ഭക്തി എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റെപ്പിൽ മാത്രം നിന്നുപോയി. ഭഗവാൻ എവിടെയും പറഞ്ഞില്ല നിങ്ങൾ എല്ലാ കാലത്തും എന്റെ ഭക്തരായിരിക്കണം. അല്ല, ഭക്തി കൊണ്ട് ജ്ഞാനം, ജ്ഞാനം കൊണ്ട് വൈരാഗ്യം, വൈരാഗ്യം കൊണ്ട് എന്നെ തന്നെ നിങ്ങൾക്ക് പ്രാപ്തരാക്കാൻ സാധിക്കും, എന്നെ തന്നെ നിങ്ങളിലേക്ക് വന്ന് നിങ്ങൾക്ക് ലയിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നു. ഇപ്പതാ സ്വാമി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ നമ്മൾ ഭഗവാന്റെ കൂടെ എടുത്തു വെക്കേണ്ട ഒരു സാധനമാണല്ലോ ഈ തത്വമസി. നമ്മുടെ ധർമ്മത്തിൽ നമ്മൾ വേറെ ഈശ്വരൻ വേറെ എന്നൊരു ഏർപ്പാടില്ല. നമ്മൾ ഈശ്വരനും ഒന്നാ. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നില്ല. ഭഗവാൻ എവിടെ ഇരിക്കണം? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ, അത്രേ ഉള്ളൂ. ഏതൊരു ഭഗവാനെയാണോ നിങ്ങൾ ഇവിടെ കാണുന്നത്, ഏതൊരു ഭഗവാനെയാണോ പ്രത്യക്ഷ കൃഷ്ണൻ എന്ന് പറഞ്ഞ് ഭാഗവതത്തിൽ പറയുന്നത്, ആ ഭഗവാൻ തന്നെയാണ് എന്റെ ഉള്ളിലുള്ളതെന്നുള്ള ബോധ്യമാണ് ആദ്യത്തെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതിനാണ് ഭാഗവതം. അല്ലാതെ ഭാഗവതം നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് നോട്ട് ആൻ എന്റർടൈൻമെന്റ് ഷോ. ഇതൊരു വിനോദോപാധി അല്ല. ചില ആൾക്കാരൊക്കെ ഞാൻ രാവിലെ പറഞ്ഞോട് പറയും, വ്യാസന്റെ പ്രഭാഷണം കേൾക്കാൻ എന്ത് രസമാണ്, അതിനേക്കാൾ വലിയ ഇൻസൾട്ട് ഇല്ല. രസിപ്പിക്കാനുള്ളതല്ല കഥ,
ഭാഗവതം. അതുകൊണ്ട് ആത്യന്തികമായിട്ട് എന്തുണ്ടാവണം? രസമല്ല ഉണ്ടാവേണ്ടത്, അറിവാണ് ഉണ്ടാവേണ്ടത്. രസിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ശ്രീനേട്ടന്റെ ഒക്കെ ഇതിൽ 2 പടം കാണുക, നിർദ്ദേശം കാണുക, അരയന്നങ്ങളുടെ വീട് കാണുക, അതൊക്കെ കാണാം. അതൊക്കെ രസിക്കാനുള്ളതാ. പ്രഭാഷണം എന്തിനുള്ളതല്ല, ഭാഗവതം എന്തിനുള്ളതല്ല, രസിക്കാനുള്ളതല്ല, അറിവ് സമ്പാദിക്കാനുള്ളതാ.